ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ തേൻനെല്ലിക്കയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂക്കൾ ഒരുക്കുന്ന തിരക്കിലാണ് നമ്മുടെ അല്ലുമോനും അവൻ്റെ പ്രിയപ്പെട്ട ചേച്ചി അലങ്കൃത മോളും കേട്ടോ. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ദേവിയുടെ എഴുന്നള്ളത്ത്. ദേവിയായിട്ടുള്ള സജീവേട്ടനാണ്. അപ്പോൾ സജീവേട്ടൻ്റെ ദേഹത്തേക്ക് ദേവി വന്നു. അപ്പോൾ സജീവേട്ടൻ ദേവിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചും അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ സംബന്ധിച്ചും അതിശയിപ്പിക്കുന്നതും അത്ഭുതവും ഉളവാക്കുന്ന ഒരു അത്ഭുതം ഒരു ലോകം തന്നെയാണ് ഞങ്ങളുടെ ഈ കോഴഞ്ചേരിക്കാവ്. അപ്പോൾ അതിൻ്റെ ഉത്സവത്തിലേക്കാണ് ഞങ്ങളേവരും ക്ഷണിക്കുന്നു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരും നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ തുടർന്ന് നമുക്ക് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ താലപ്പൊലി, അതായത് നമ്മുടെ കാവിലെ കുടുംബാംഗങ്ങളുടെ താലപ്പൊലിയാണ്. അപ്പോൾ 2 ദിവസങ്ങളായിട്ടുള്ള ഗംഭീര പരിപാടി. അതായത് ഞങ്ങൾക്കിവിടെ തെയ്യം തെറയും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറിയൊരു കാവാണ്. അപ്പോൾ തുടക്കമാണ്. അപ്പോൾ നമുക്കിവിടെ തെറ കെട്ടിയാടാനുള്ള സമയമായിട്ടില്ല എന്നാണ് നമ്മുടെ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് നമ്മുടെ താലപ്പൊലി മഹോത്സവമാണ്. അതുപോലെ തന്നെ ഗുരുതി തർപ്പണവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സർപ്പബലിയുടെ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടതാണല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസത്ത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ താലപ്പൊലിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കുടുംബാംഗങ്ങളായിട്ടുള്ള സ്ത്രീജനങ്ങളുടെ താലപ്പൊലിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ താലപ്പൊലിയിലേക്ക് കിടക്കാം. നിങ്ങൾ കണ്ടോളൂ കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വീഡിയോസ് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 1 മണിക്കൂറോളം ഉണ്ടായിരുന്ന വീഡിയോ ആണ്. ഞാനത് മാക്സിമം എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുഷ്പ് വരാത്ത രീതിയിൽ പ്രശസ്തമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ മാത്രം ചേർത്തിട്ടാണ് നിങ്ങളെ കാണിക്കുക. എന്നിരുന്നാലും 25 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണിത്. നിങ്ങൾ എന്തായാലും കാണണം. നിങ്ങൾക്ക് ഒട്ടും മുഷ്പിക്കാത്ത രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ, എല്ലാ ജാതിയിൽപ്പെട്ടവരും ഇവിടെ വരുന്നുണ്ട്. അമ്മയുടെ അടുത്ത് സങ്കടങ്ങൾ പറയാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും അതാണ് ഇവിടുത്തെ ഒരു അത്ഭുതം. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവിടുന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധിയോടുകൂടി അവരെല്ലാവരും അത് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടി. അതായത് അവരുടെ സങ്കടത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ട് അത് തന്നെയാണല്ലോ ഈ കൂട്ടിരിക്കുന്ന ആയിരങ്ങളുടെ തെളിവ്. മനസ്സിലായില്ലേ? ഓരോ ദിവസം, അതായത് ഓരോ ഉത്സവത്തിനും ഇവിടെ ആൾക്കാർ കൂടിക്കൂടി വരിക. ഇവിടുത്തെ ആദ്യത്തെ ഉത്സവത്തിനൊക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പ്രദേശവാസികളും. പിന്നെ നാൾക്ക് ഇവിടെ അഭിവൃദ്ധി കൂടുക എന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ 2ാമത്തെ ദിവസത്തെ നമ്മുടെ പ്രദേശവാസികളുടെ ഒരു താലപ്പൊലിയുടെ വരവാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അവരുടെ താലപ്പൊലി ഇവിടെ ഒന്ന് കാണാം. ഓക്കെ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം കേട്ടോ. ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഒപ്പം ലൈക്സും അതുപോലെ നിങ്ങളുടെ എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒട്ടും മുഷിയാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസിൻ്റെ ദൈർഘ്യമൊക്കെ അത്രയും കുറച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ബാക്കി തുടർന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, നാൾക്ക് ഇവിടെ ഞങ്ങൾക്ക് അഭിവൃദ്ധി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ തിരക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കലിയുഗമാണ്. അപ്പോൾ കലിയുഗത്തിൽ ഒരുപാട് പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാവും. അതിന് ഏക ആശ്രയം ദൈവം തന്നെയാണ്.
നമ്മൾ വിശ്വാസികൾക്ക് കേട്ടോ, വിശ്വാസമില്ലാത്തവർക്ക് എന്തും പറയാം, പക്ഷേ വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏക ആശ്രയം ദൈവം തന്നെയാണ്. പല ദേശക്കാരായിട്ടുള്ള ആൾക്കാരും അതുപോലെ പല മതസ്ഥരും പല ജാതിക്കാരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആർക്കും ഒരു അയിത്തവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും എല്ലാവർക്കും പൂർണ്ണ മനസ്സോടുകൂടി ഇവിടെ പങ്കെടുക്കാം. നമ്മളിൽ ഒരാളായിട്ട് തന്നെ ഇവിടെ വേർതിരിവില്ല, നിങ്ങൾ ഞങ്ങൾ എന്നുള്ള വേർതിരിവൊന്നുമില്ല. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രദേശവാസികളും കുടുംബാംഗങ്ങളും എന്നൊക്കെ പറയുന്നത്. എല്ലാം ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഉത്സവം കാണുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടത്തുന്നത് നിങ്ങൾ നോക്കും, ഞങ്ങൾ കുടുംബക്കാർ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും വലിയൊരു പരിപാടി ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ദേശക്കാരുടെ കഴിവ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ദേശവാസികൾ, അവിടുത്തെ പ്രദേശവാസികൾ എന്താ കൈകാര്യം എന്ന് അറിയാം നിങ്ങൾക്ക്. ഞങ്ങൾക്കൊന്നും ഒരു കാരണം എന്താ വെച്ചാൽ ഭക്ഷണശാലയിലേക്കോ ഊട്ടുപുരയിലേക്കൊന്നും ഞങ്ങൾക്ക് കടന്നു ചെല്ലണ്ട. അതുപോലെ തന്നെ ആദ്യത്തെ ദിവസത്തെ ചെറിയ ഭക്ഷണത്തിൻ്റെ പരിപാടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. രണ്ടാമത്തെ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയെല്ലാം പ്രദേശവാസികളാണ് നോക്കുന്നത്. അതായത് ഗംഭീര ഭക്ഷണം, ചെറിയ ചെറിയ പേരിനുള്ള ഭക്ഷണങ്ങളൊന്നുമല്ല, ഗംഭീര ഭക്ഷണമാണ്. രാവിലെ ഉപ്മാവും ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഗംഭീര സദ്യയാണ്. അതുപോലെ തന്നെ രാത്രി ഗംഭീര പരിപാടിയാണ്. അത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ താലപ്പൊലി വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള നാഗത്തിൻ്റെ നമ്മുടെ നാഗത്തിൻ്റെ വെളിച്ചപ്പാടിൻ്റെ ഒരു കനലാട്ടത്തിൻ്റെ പരിപാടിയാണ്. നാഗത്തിൻ്റെ വെളിച്ചപ്പാടായിട്ട് എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്, വിശാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇപ്പോൾ നടുക്കിൽ നിന്നിങ്ങനെ കനലാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഈ ഉത്സവനാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഉത്സവനാളിലാണ് നമ്മുടെ നാഗക്കാളി അമ്മ, കരിങ്കാളി അമ്മ അന്നാണ് വരാറ്. അതായത് കൊല്ലത്തിൽ 2 തവണയോ മറ്റോ അമ്മ വരാറുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്, അതങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരാളല്ല. അതിൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തലയുള്ള നാഗക്കാളിയമ്മ, 3 തല ഉള്ള നാഗക്കാളിയമ്മ പ്രത്യക്ഷപ്പെട്ട് വരാറാണെന്നാണ് പറയാറ്. അപ്പോൾ അമ്മ വരുന്നത് ഈ സർപ്പബലിക്കും നമ്മുടെ ഉത്സവത്തിനും ഈ ഒരു ഉത്സവ നാളിലും മാത്രമാണ്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ പറഞ്ഞ വിശാഖ് ഇപ്പോൾ ആ രൂപത്തിലേക്കുള്ള വരവിലാണ്. അപ്പോൾ ഭയങ്കര തന്നെയാണ്. ആ നാളിൽ ഒരുപാട് പേര് നാഗ അമ്മയുടെ അടുത്തേക്ക് വരാറുണ്ട്. ആ ദർശന സമയത്ത് അമ്മയുടെ അടുത്ത് ഒരുപാട് സങ്കടങ്ങൾ പറയാറുണ്ട്, പ്രതിവിധി നേടാറുണ്ട്. അതെല്ലാം ഇത് സക്സസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നതല്ല, നിങ്ങളവിടെ കണ്ടില്ലേ, അവിടുത്തെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നാഗക്കാളി അമ്മയുടെ വരവാണ്, എഴുന്നള്ളത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് നാഗക്കാളി അമ്മയും അതുപോലെ തന്നെ ഞങ്ങളുടെ കാവിലമ്മയും സംഗമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അതായത് സജീവേട്ടൻ ആണ് ഞങ്ങളുടെ കാവിലമ്മ, അതുപോലെ നാഗക്കാളി അമ്മയായിട്ട് വിശാഖ്, അവർ രണ്ടുപേരുടെ സംഗമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെ ഗംഭീരമാണ്. അതായത് ഭക്തര വിശ്വാസികളായിട്ടുള്ള ഞങ്ങൾക്കതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ്. അത് ഇപ്പോൾ ഈ അടുത്ത ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കത് കാണാൻ പറ്റും. നല്ലൊരു പരിപാടിയാണ്, കണ്ടോളൂ കേട്ടോ. ഇതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞ നാഗക്കാളിയമ്മയും അതുപോലെ തന്നെ ഞങ്ങളുടെ കാവിലമ്മയും സംഗമിച്ച് അവരുടെ വിശേഷങ്ങൾ കൈമാറുന്ന, അതായത് നാഗക്കാളിയമ്മയെ എതിരേൽക്കുകയാണ് ഞങ്ങളുടെ അമ്മ, കാവിലമ്മ എതിരേൽക്കുന്നൊരു മനോഹരമായൊരു ദൃശ്യമാണ് നിങ്ങളീ കാണുന്ന. ഒരുപാട് ഭക്തർ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. അപ്പോൾ എന്തൊരു രസമല്ലേ, നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരാൾക്കാർ വരുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി എതിരേൽക്കുന്ന മാതിരി തന്നെ ഇവർ സഹോദരങ്ങളാണെങ്കിലും വർഷത്തിലൊരിക്കലേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ നാഗക്കാളി അമ്മയെ നമ്മുടെ കുടുംബാംഗങ്ങൾ എതിരേൽക്കുന്ന ഒരു പരിപാടിയാണിത്. അതങ്ങനെ വേണം എന്നാണ്. ഇനി ഇപ്പം നിങ്ങൾ കാണുന്നതാണ്, അതായത് ഭൈരവൻ്റെ, അതായത് ഹനുമാൻ സ്വാമിയുടെ ഒരു
ആട്ടമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഹനുമാൻ സ്വാമിയായിട്ട് നമ്മുടെ കാവിലെ കർമ്മി തന്നെയായ മിവിൻ ദാസാണ്. മിവിൻ ദാസ് നമ്മുടെ മലയാള സിനിമയിലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റാണ്. അതായത് സ്റ്റണ്ട് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നൊരു കലാകാരനാണ്. അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ കാവിലെ അദ്ദേഹം എന്ത് തിരക്കുണ്ടായിരുന്നാലും കാവിലെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കാവിലെ എല്ലാ പരിപാടിക്കും വരുന്നതാണ്. സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ഒരു തറ ആടുന്നത്. അപ്പോൾ ഈ ഒരു തറയ്ക്ക് വേണ്ടിയിട്ടാണ് അത്രയും, കാരണം എന്താ വെച്ചാൽ എല്ലാ തറയും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെങ്കിലും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഹരമുള്ളൊരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കിവിടെ തറ മാതിരിയുള്ള പരിപാടി ഇല്ല. അപ്പോൾ ഈ വേഷത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ട സ്വാമിയാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ സ്വാമി കുട്ടികളുടെയും മുതിർന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി അവർക്ക് പഴങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ അവരെ കുട്ടിക്കുറുമ്പ് കാണിച്ച് അവരോടൊപ്പം കൂടുക, അങ്ങനെയുള്ള പരിപാടിയാണ് ഈ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മരം കയറാനും ചാടാനും ഒക്കെ സ്വാമി വരാറുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്കളിയിലേക്കും ആ ഒരു കുറുമ്പിലേക്കൊക്കെ ആൾക്കാർ കാണാൻ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുട്ടികളെ മാതിരിയുള്ള കുറുമ്പുകളാണ് സ്വാമി കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മളിൽ ഒരാളായി നമ്മളെ കുട്ടിയായി സ്വാമി മാറും. ആ കാഴ്ചയ്ക്കാണ് ഭയങ്കര വെയിറ്റിംഗ് ആണ് ആൾക്കാർ. അപ്പോൾ നിങ്ങൾ അതിലേക്കൊന്ന് കാണൂ കേട്ടോ. കുറേ നേരം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കൂടുതൽ ഇതാക്കണ്ടെന്ന് വെച്ച്, കൂടുതൽ ദീർഘിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. സ്വാമി അങ്ങനെ പഴങ്ങളായിട്ട് ചെണ്ടക്കാരുടെ ഇടയിലേക്ക് പോയിട്ടുണ്ട്. അത് തിന്നാൻ, അതായത് കൊടുക്കുന്ന കാര്യം തിന്നാൻ ഒരാൾ മടിക്കുന്നു, വേണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അത്തരം കുറുമ്പുകളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് ഓടിക്കേറി ഭസ്മം വലിച്ചെറിയുക, അങ്ങനെയുള്ള കുറേ കലാപരിപാടികളാണ്. നല്ല മനോഹരമായതും കാണാൻ നല്ല രസകരമായ കാഴ്ചയാണ് സ്വാമിയുടേത്. സ്വാമി എന്തോ ദേഷ്യം പിടിച്ച് നമ്മുടെ ഈ തണ്ണീർമത്തൻ ആൾക്കാരുടെ ഇടയിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട് അവസാനം തറയിലേക്ക് തന്നെ വീണ് പൊട്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നോ. ഓടി കയറുകയാണ് അങ്ങോട്ട്. വരുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ടായാലും രസകരമായിട്ട് നമ്മൾ മാറി തീർക്കാറുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നല്ല ഹരമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹരമാണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ കുടുംബമാണ്. കാരണം ഒരുപാട് പ്രാർത്ഥിച്ചു, അറിയാലോ, ഒരുപാട് വഴിപാടുകൾ, ഒരുപാട് കാവുകളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഞങ്ങൾക്ക് ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. നീണ്ട 11 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ കാവിൽ കയറാൻ വളരെ അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാവിൽ കയറാൻ വേണ്ടിയിട്ടൊരു പണിക്കാർ ഞങ്ങളോട് പറഞ്ഞാണ്. അപ്പോൾ കാവിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങളത് ഫോളോ ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്കുണ്ടായതാണ് ഞങ്ങളുടെ അല്ലുമൻ. അപ്പോൾ അല്ലുമൻ ഉണ്ടായതിന് ശേഷം ഞാനവിടെ പ്രാർത്ഥിച്ചതാണ്. ഞാനൊരു വാൾ കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഞങ്ങളത് കൊടുത്തു. ആ വാൾ കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ മുന്നേ കണ്ടത്. ഇത് ഞങ്ങളുടെ ഗുളികൻ്റെ ആട്ടമാണ് നിങ്ങൾ കാണുന്നത്. ഗുളിക ദേവനായിട്ട് ഞങ്ങൾക്കിവിടെ ആടുന്നത് ഞങ്ങളുടെ കുഞ്ഞേട്ടനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ PVS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹമാണ് നമ്മുടെ ഗുളികൻ്റെ ആളായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ
കനലാട്ടത്തിൻ്റെ കുറച്ച് കലാകാരന്മാർ, അതായത് ചെണ്ട വായിക്കുന്ന കലാകാരന്മാർ തന്നെയാണ് നമുക്ക് ഈ കനലാട്ടത്തിന് ഞങ്ങളോടൊപ്പം കൂടുന്ന മനോഹരമായൊരു ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾ ഏവർക്കും പറ്റിയാൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ കാവിലേക്ക് വരാം. ഞങ്ങളുടെ അതായത് കുന്നമംഗലം, അതായത് പാളയം സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡിൽ നിന്നോ കുന്നമംഗലം ഭാഗത്തേക്ക് വന്നിട്ട് മുക്കം റൂട്ടിലേക്ക് പോകുന്ന ബസ് കയറി കഴിഞ്ഞാൽ വരട്ടിയാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വരട്ടിയാക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കോയഞ്ചേരിക്കാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും. എല്ലാവരും വരിക. ഞങ്ങളുടെ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും, എല്ലാ സങ്കടം അനുഭവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇവിടുത്തെ അത്ഭുതങ്ങളൊന്നും പറഞ്ഞാൽ തീരാത്തതാണ്. ഇവിടുത്തെ ഓരോ പ്രദേശവാസികൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഇവിടെ വന്ന് ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായിട്ടാണ് വന്നത്. എല്ലാവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഞങ്ങളുടെ ദേവി അകറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ നിൽക്കുന്ന 1000-ഓളം ജനങ്ങൾ. എല്ലാ തവണയും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒപ്പം ഞങ്ങളുടെ കാവിൻ്റെ ഉത്സവങ്ങളും ഗംഭീരമാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം അവിടുത്തെ പ്രദേശവാസികളാണ് നോക്കുന്നത്. അവർക്ക് ഓരോന്ന് പ്രാർത്ഥിച്ചിട്ടും അവരുടെ സങ്കടങ്ങളൊക്കെ ദേവി മാറ്റി അതിനുള്ള പരിഹാരം എന്നോണം എല്ലാ കൊല്ലവും ഉത്സവം ഗംഭീരമായിട്ട് അവർ നടത്താറുണ്ട്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ട് ഒരുപാട് വർഷം 10-40 വർഷത്തോളം ഒരു പരിപാടിയും ഇല്ലാതെ മുടങ്ങിക്കിടന്നൊരു കാവാണിത്. ആ കാവ് ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ ഞങ്ങളെക്കാളും ആ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കാണ് പങ്ക്. ഞാൻ അതിൻ്റെ 75% ക്രെഡിറ്റും ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊന്ന് തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അത് ഇത്രയും മനോഹരമാക്കി ഇത്രയും വലിയതാക്കിയത് അവിടുത്തെ പ്രദേശവാസികളാണ്, ഒപ്പം വിശ്വാസികളും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. അത്രയും വിശ്വാസികൾ അവിടെ വരുന്നുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരും, കുട്ടികളില്ലാതെയും അതുപോലെ വിവാഹം മുടങ്ങിയിട്ടും അതുപോലെ ജോലിയില്ലാതെ കല്യാണം നേരാവണ്ണം നടക്കാതെയും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ കല്യാണത്തിന് സങ്കടങ്ങൾ മാത്രമായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ വന്നിട്ട് നേരായിട്ടുണ്ട്. കുട്ടികളില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഒരുപാട് വർഷം കുട്ടികളില്ലാതിരുന്ന് ഞാൻ കാവിലേക്കൊന്നും കയറാറേ ഇല്ലായിരുന്നു. എന്നോടൊരു പണിക്കർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പറഞ്ഞത്, വെള്ളിമാടുകുന്നുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പറഞ്ഞത്, കാവിൽ കയറണം, കാവിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് വന്ന പ്രതിവിധിയാണ് എന്നെ അതായത് ഞാൻ കാണിക്കുന്ന ഡോക്ടറെ അടുത്തേക്ക് എത്തിച്ചത്. ആ മരുന്നൊക്കെ ഫലം ചെയ്തത് ഇവിടുത്തെ ഒരു പുണ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.